അപ്പം ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും വീഡിയോസും ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരെയും സപ്പോർട്ടെല്ലാം ഉണ്ടാവണം. പിന്നെ ഇതിലുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ അങ്ങോട്ട് പറ്റുന്നില്ല. എന്തായിരുന്നാലും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യണം, നടക്കില്ല എന്നൊക്കെ നോക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പുതിയ വീഡിയോസൊക്കെ ഇടും. ഞാനിപ്പം വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലാനിങ് അൽക്കോറിലാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്, ദോഹയിൽ. അപ്പോൾ അൽക്കോറിലുള്ള നല്ല എന്നല്ല എല്ലാ കടകളിലും ഫുഡ് കഴിക്കാൻ പോവുക. എന്നിട്ട് പ്രൊമോഷനും ബാക്കിയുള്ള ഇത് പൈസ വാങ്ങിച്ചിട്ട് മറ്റുള്ള വ്ളോഗർമാർ ചെയ്യുന്നതാണൊക്കെ ചെയ്യാതെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും അവിടുത്തെ ഫുഡിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീഡിയോസിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സത്യസന്ധമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, അത് വൃത്തിയാണോ എന്നുള്ള രീതിയിൽ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് ഇത്താത്ത. ഒഴിച്ചോറ് കഴിക്കാനുള്ള പ്ലാനിലാണ് ഇവിടെ വന്നത്. ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പം ഫുഡ് ഇപ്പോൾ വരും, ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇരിക്കുകയാണ്. കുറേ നാളായിട്ടല്ലേ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, താങ്ക്സ്. കഴിഞ്ഞു. ഫുഡിനകത്തുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലെഗ് പീസ് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അറബിയിൽ ഇവർ അറബികൾ ഷെറി എന്ന് പറയുന്ന ഒരു മീനായിരുന്നു. പിന്നെ അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് അതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്നത് ഒരു എഗ് ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ അത്യാവശ്യം കുറച്ച് സാമ്പാർ, പിന്നെ മീൻകറിയിലും അത്യാവശ്യം നല്ലൊരു പീസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തോരനുകളുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റായിരുന്നു. 14 റിയാലിന് വൃത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നലെ ഇവിടെ നിന്നൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചായിരുന്നു, പക്ഷേ അത് എനിക്ക് അത്ര വൃത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല, അൽക്കോറിൽ നിന്ന് തന്നെ. അപ്പം ഇനിയുള്ള പുതിയ വീഡിയോസ് ഞാൻ എന്തായിരുന്നാലും പോസ്റ്റ് ചെയ്യും.